തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പാലക്കാട് തിരുമുറ്റക്കോടും ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തി. കൂനമുച്ചിയിൽ വീടിന്റെ തറയ്ക്കും ഭിത്തിയിലും വിള്ളൽ രൂപപ്പെട്ടു. എയാലിൽ വീട്ടുകിണറ്റിൽ തീരെയിളക്കം അനുഭവപ്പെട്ടു. തൃശൂർ ലൂർദ് കത്തീഡ്രലിലെ മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സുരേഷ് ഗോപി. വികസന പ്രവർത്തനങ്ങളിൽ പ്രാദേശികവാദം അനുവദിക്കില്ലെന്നും സുരേഷ് ഗോപി. RLV രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചത്. നാട്ടിക ഫർക്ക സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം 5 വർഷമായിട്ടും തുടങ്ങാനായില്ല. പുതുക്കിയ നിരക്കിൽ തുക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിച്ചതാണ് പണികൾ തടസ്സപ്പെടാൻ കാരണം. പന്നിങ്ങര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കൊപ്പം സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കും. ജൂലൈ 1 മുതൽ ടോൾ പിരിക്കുമെന്ന് കമ്പനി അധികൃതർ. പെരിഞ്ഞനത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് 48-കാരന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് സ്വദേശി പ്രിയനാണ് മരിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പാലക്കാട് തിരുമുറ്റക്കോടും ഭൂചലനം അനുഭവപ്പെട്ടു. രാവിലെ 8:15ഓടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. സെക്കൻഡുകളോളം ഭൂചലനം നീണ്ടുനിന്നു. കുന്നംകുളം, എരുമപ്പെട്ടി, ഗുരുവായൂർ, കൈപ്പറമ്പ്, വേലൂർ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഭൂചലനത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് തിരുമുറ്റക്കോട് മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എരുമപ്പെട്ടി, അത്താണി മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളാണ് ചലനമുണ്ടായത്. വലിയ മുഴക്കത്തോടുകൂടിയ പ്രകമ്പനം അനുഭവപ്പെട്ടു. വീടുകളിലെ ജനൽ ചിരകളും ഗൃഹോപകരണങ്ങളും കുലുങ്ങി. പാത്രങ്ങൾ മറിഞ്ഞു വീണു. പല വീടുകളിൽ നിന്നും ആളുകൾ പരിഭ്രാന്തരായ പുറത്തേക്കോടി. എരുമപ്പെട്ടി, കുണ്ടന്നൂർ, കരിയന്നൂർ, പാഴിയൂട്ടുമുറി, ആദൂർ, വെള്ളറക്കാട്, വെള്ളത്തേരി, നെല്ലിക്കുന്ന്, ചിറമനേങ്ങാട്, പരത്തങ്കോട്, തയ്യൂർ, പഴവൂർ പ്രദേശത്താണ് കൂടുതൽ ചലനമുണ്ടായത്. 3 മുതൽ 4 സെക്കൻഡോളം പ്രകമ്പനമുണ്ടായതായി പറയുന്നു. ഭൂചലനത്തെ തുടർന്ന് കൂനമുച്ചിയിൽ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കും വിള്ളൽ സംഭവിച്ചു. അന്തിക്കാട്ട് ടോമിയുടെ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കുമാണ് വിള്ളൽ രൂപപ്പെട്ടത്. ശബ്ദം കേട്ട് വീട്ടുകാർ വീടിന് പുറത്തേക്ക് ഓടി മാറുകയായിരുന്നു. അത്താണി മേഖലയിൽ ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തോടെയാണ് ഭൂചലനമുണ്ടായത്. മുണ്ടത്തിക്കോട്, അത്താണി മെഡിക്കൽ കോളേജ് പരിസരം, കുമ്പളങ്ങാട് എന്നീ പ്രദേശങ്ങളാണ് 2 സെക്കൻഡ് നീണ്ട നേരിയ ചലനം അനുഭവപ്പെട്ടത്. വളരെ തീവ്രമായൊരു ഭൂമികുലുക്കമാണ് അനുഭവപ്പെട്ടത്. പല വീടുകളിൽ നിന്ന് ടീപ്പോയുടെ മേലിൽ നിന്ന് പാത്രം വീഴുകയും അതുപോലെ തന്നെ കുട്ടികൾ ഭീതി പരത്തിക്കൊണ്ട് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങുകയും ജനങ്ങളാകെ ഭീതിയോടെയാണെന്ന് കണ്ടത്. ഇത് സ്വല്പം കൂടി കൂടുതൽ നിൽക്കുകയാണെങ്കിൽ വലിയൊരു ആപത്തിലേക്ക് നമ്മുടെ നാട് വന്നിരുന്നു. കളങ്ങോട് പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തും ഭൂമി കുലുങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കാലത്ത് 8:15 എൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞു എൻ്റെ വീട്ടിലെ പാത്രങ്ങളൊക്കെ താഴത്ത് വീണു, ഓടി വരുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞത് ഭാര്യയോട് പുറത്തേക്ക് കടന്നു നിന്നോളോ, വീട് വീണാലും കുഴപ്പമില്ല, രക്ഷപ്പെടാലോ എന്ന് ഞാൻ പറഞ്ഞു. വളരെ സൗണ്ടോട് വിട്ടാണ് ഈ സൗണ്ട് കേട്ടത്. ആളുകളെല്ലാവരും വളരെയധികം പേടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ ഒരു പൊട്ടലോട് കൂടിയിട്ടുള്ളൊരു കുലുക്കാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആ സമയത്ത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കടങ്ങോട് മേഖലയിലൊക്കെ ആ പൊട്ടനോട് കൂടിയിട്ട് കുറെ മയിലുകൾ കരയുക, വലിയ ഒച്ചയിൽ മയിലുകൾ കരഞ്ഞു. അതോടുകൂടി ഒരു വലിയൊരു പൊട്ടലാണ് കേട്ടത്. ഏകദേശം ഒരു 3 സെക്കൻഡ് നേരത്തോടു കൂടി കുലുക്കുണ്ടായിട്ടുണ്ട്. വെടി പൊട്ടിയ പോലെ, അതിൽ ഇടി വെട്ടിയ പോലത്തെ സൗണ്ടൊക്കെയാണ് ആദ്യം തോന്നിയത്, പെട്ടെന്ന് തന്നെ തോന്നിയത്. തൃശ്ശൂർ ജില്ലയിലെ വിവിധ മേഖലയിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. കടങ്ങോട് എയാലിൽ വീട്ടുകിണറ്റിൽ തിരയിളക്കം അനുഭവപ്പെട്ടു. എയാൽ ക്ഷേത്രത്തിന് സമീപം കിഴുവീട്ടിൽ വിനോദിന്റെ വീട്ടിലാണ് കിണറിൽ വെള്ളം തിളച്ചു പൊങ്ങുന്ന പ്രതിഭാസം അനുഭവപ്പെട്ടത്. ഭൂചലനത്തോടൊപ്പമാണ് ഇത് സംഭവിച്ചത്. കുന്നംകുളം തഹസിൽദാർ, ജിയോളജി വകുപ്പ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂമികുലുക്കം എല്ലാ വാർഡുകളിലും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ടായ സമയത്ത് ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയും കുട്ടികളടക്കം വീടിന് പുറത്തിറങ്ങി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ 14-ാം വാർഡ് ചിറ്റിലാങ്ങാട് ഭാഗത്ത് ഒരു കിഴുവീട്ടിൽ വിനോദിന്റെ വീട്ടിൽ കിണറ്റിലൊരു തിരയിളക്കം അനുഭവപ്പെടുകയും അദ്ദേഹം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാരെ അറിയിക്കും. തഹസിൽദാരും ജിയോളജി വകുപ്പും ഒപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് വൈസ് പ്രസിഡന്റും മെമ്പർമാരും വില്ലേജ് ഓഫീസറൊക്കെ ആ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ലാന്ന് തന്നെയാണ് നമുക്ക് ജിയോളജി വകുപ്പിൽ നിന്നും അറിയിപ്പ് കിട്ടിയത്.
തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ നന്ദി അറിയിച്ച് തൃശൂർ ലൂർദ് കത്തീഡ്രലിലെ മാതാവിന് സ്വർണ്ണക്കൊന്തയും പൂമാലയും സമർപ്പിച്ച സുരേഷ് ഗോപി. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. രണ്ടാം തവണയാണ് തൃശൂർ ലൂർദ് കത്തീഡ്രൽ സുരേഷ് ഗോപി സന്ദർശിച്ചത്. നേരത്തെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ് പള്ളി സന്ദർശിച്ച് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു. സന്ദർശനത്തിന് ശേഷം സ്വർണ്ണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യം വിവാദമായിരുന്നു. കേന്ദ്ര സഹമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ലൂർദ് പള്ളിയിലെത്തിയ സുരേഷ് ഗോപിയെ കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിന്റെ നേതൃത്വത്തിൽ ബൊക്ക നൽകി സ്വീകരിച്ചു. പള്ളിയിൽ പ്രവേശിച്ച സുരേഷ് ഗോപി മാതാവിന് മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം സ്വർണ്ണക്കൊന്തയും പൂമാലയും ചാർത്തി. തുടർന്ന് ഭൂഗർഭ പള്ളിയിലെ നിത്യാരാധന സക്രാരിക്ക് മുന്നിൽ കുമ്പിട്ട് പ്രാർത്ഥിച്ച ശേഷം മാതാവിന് നന്ദിയായി ഗാനാർച്ചന നടത്തി. നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ആരാധന ഗീതമാണ് സുരേഷ് ഗോപി ആലപിച്ചത്. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണെന്നും അത് ഉൽപ്പന്നങ്ങളിൽ അല്ലെന്നുമാണ് സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണ് സ്വർണ്ണക്കൊന്തയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP നേതാക്കളും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പത്മജ വേണുഗോപാലിനൊപ്പമാണ് സുരേഷ് ഗോപി മുരളി മന്ദിരത്തിലെത്തിയത്. BJP നേതാക്കളും സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായിരുന്നു. മുരളി മന്ദിരം സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ലെന്നും പുഷ്പാർച്ചന നടത്തിയ ശേഷം സുരേഷ് ഗോപി പറഞ്ഞു. ഗുരുത്വം നിർവഹിക്കാനാണ് താൻ എത്തിയത്. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് കരുണാകരൻ. ശാരദ ടീച്ചറിന് മുന്നേ തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടി അമ്മയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ദീപസ്തംഭമെന്ന് വിശേഷിപ്പിച്ച സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണെന്നും പറഞ്ഞു. കേരളയിൽ വേണ്ടതും അത് ജനദ്രോഹമാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. വികസനത്തിൽ പ്രാദേശികവാദം അനുവദിക്കില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. RLV രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമ നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസ് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് നെടുമങ്ങാട് SC/ST കോടതിയിൽ സത്യഭാമ കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് നൽകിയ മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിച്ച കോടതി സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നാരോപിച്ച് RLV രാമകൃഷ്ണൻ ചാലക്കുടി DVSPക്ക് പരാതി നൽകിയത്. തുടർ നടപടികൾക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. തീരദേശ മേഖലയിലെ 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആരംഭിച്ച നാട്ടിക ഫർക്ക സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം 5 വർഷമായിട്ടും തുടങ്ങാനായില്ല. 2019 കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 84 കോടി ചെലവഴിച്ച് 2 ഘട്ടങ്ങളായി നടപ്പിലാക്കാൻ സർക്കാർ അനുമതി ലഭിച്ച് ടെൻഡർ പൂർത്തിയാക്കി കരാറുകാരൻ പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും കോവിഡ് വ്യാപനം മൂലം നിർത്തി. കോവിഡിന് ശേഷം പണി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിൽ തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിക്കുകയും പണി നിർത്തിവെക്കുകയുമായിരുന്നു. പദ്ധതിക്കായി കാർളം വെള്ളാനി റേഷൻ കടയ്ക്ക് സമീപം പൈപ്പുകൾ ഇറക്കിയെങ്കിലും പണി തുടങ്ങാൻ കഴിയാതിരുന്നതിനാൽ റോഡരികിൽ കിടന്ന് അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പിന്നീട് ടെൻഡർ നടപടി പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചുവെങ്കിലും കരാറുകാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. പൈപ്പ് ലൈൻ കടന്നുപോകുന്ന എടത്തിരുത്തി ചൂലു കുട്ടമംഗലം റോഡ് മെക്കാഡാം ടാറിംഗ് ചെയ്യാനുള്ള നടപടി വാട്ടർ അതോറിറ്റിക്ക് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതുവഴിയാണ് നിർദ്ദിഷ്ട കുടിവെള്ള പദ്ധതിക്കുള്ള കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ പഞ്ചായത്തിന് കീഴിലുള്ള ഈ റോഡ് ഇപ്പോൾ മെക്കാഡാം ടാറിംഗ് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. പുതുക്കിയ കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബി അനുമതി നൽകാൻ വൈകിയാൽ പുതിയ റോഡ് പൊളിച്ച് പൈപ്പിടുന്നത് എതിർപ്പിന് കാരണമാകും. അതിനാൽ മെക്കാഡാം ടാറിംഗ് നടത്തുന്നതിന് മുൻപായി പൈപ്പിടൽ പൂർത്തിയാക്കുന്നതിനാവശ്യമായ അനുമതി നൽകാൻ സർക്കാരും ജനപ്രതിനിധികളും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് ഇരിങ്ങാലക്കുട.
പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കൊപ്പം സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ജൂലൈ 1 മുതൽ ടോൾ പിരിക്കുമെന്ന് കമ്പനി അധികൃതർ. 2022 മാർച്ചിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ മന്ത്രി, MP, MLA, ജനപ്രതിനിധികൾ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ പ്രദേശവാസികളുടെ വാഹനങ്ങൾക്കും പ്രദേശത്തെ സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നു. ഇതുപ്രകാരം വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, വണ്ടാഴി, പാണഞ്ചേരി എന്നീ 6 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് ടോൾ പ്ലാസ അധികൃതർ പ്രദേശവാസികൾക്ക് ടോൾ നൽകണമെന്ന അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ശക്തമായ സമരം മൂലം ഇത് നടപ്പിലായില്ല. ജൂലൈ 1 മുതൽ ടോൾ പിരിക്കാമെന്നാണ് ടോൾ കമ്പനിയുടെ ഇപ്പോഴത്തെ നിലപാട്. പെരിഞ്ഞനത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് സ്വദേശി പള്ളിയാശ്ശേരി വീട്ടിൽ മാധവൻ മകൻ 48 വയസ്സുള്ള പ്രിയനാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ഭാര്യയെ പെരിഞ്ഞനം സെന്റിൽ ഇറക്കിയ ശേഷം ബൈക്കിൽ എതിർദിശയിലേക്ക് കടക്കുന്നതിനിടെ 3 പീടിക ഭാഗത്തുനിന്ന് വന്നിരുന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. ഖത്തറിലുണ്ടായ വാഹനാപകടത്തിൽ തൃശൂർ ജില്ലക്കാരായ 2 യുവാക്കൾ മരിച്ചു. ചാവക്കാട് സ്വദേശി മച്ചിങ്ങൽ 21 വയസ്സുള്ള മുഹമ്മദ് തൊയ്യബ് ഹംസ, വടക്കാഞ്ചേരി സ്വദേശി 22 വയസ്സുള്ള മുഹമ്മദ് ഹബീൽ എന്നിവരാണ് മരിച്ചത്. മുഹമ്മദ് തൊയ്യബ് ഹംസ ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിലെ ജീവനക്കാരാണ്. ദോഹ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഹബീൽ. മാൾ ഓഫ് ഖത്തറിന് സമീപം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ഇരുവരും തൽക്ഷണം മരിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. തൊണ്ടി മുതലായി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ച മദ്യം മോഷണം പോയ സംഭവത്തിൽ കേസ് അന്വേഷണം ആരംഭിച്ചു. 46 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കാണാതായ സംഭവത്തിൽ ASI ജെയ്സിനെ റൂറൽ ജില്ലാ SP സസ്പെൻഡ് ചെയ്തിരുന്നു. ചാലക്കുടി CI സജീവ്, റൈറ്റർ ജോഷി എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. അനധികൃതമായി കടത്തിയ 150ഓളം കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നത്. ഇതിൽ നിന്നാണ് 46 കുപ്പി നഷ്ടപ്പെട്ടത്. മോഷണക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ASIയുടെ പേരിൽ ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംശയത്തിന്റെ പേരിലാണ് ഇപ്പോൾ ASIയെ സസ്പെൻഡ് ചെയ്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പുതുക്കാട് മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി. BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കരയിലാണ് സ്വീകരണം നൽകിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ പ്രവർത്തകർ താമര പൂമാല ചാർത്തി സ്വീകരിച്ചു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പൊന്നാടയണിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി A നാഗേഷ്, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, NR റോഷൻ തുടങ്ങിയവർ സംസാരിച്ചു. അല്ലെങ്കിൽ പാർട്ടിയുടേതല്ലാത്ത ഒരുപാട് പേർ SGക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കും ഞാൻ ഇവിടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു 9 മാസമായി, ഇലക്ഷന് മുമ്പ് ഒരു 9 മാസമായിട്ട് SG കോഫി ടൈംസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ ലെവലേഷനില്ലാത്ത പൊതുജന സമ്പർക്ക സംരംഭങ്ങളിലൊക്കെ പുറത്തു നിന്നുകൊണ്ട് പിന്തുണ നൽകിയ ഒക്കെ നടപ്പിലാക്കിയെടുക്കുന്നതിന് അനീഷ് നയിച്ച ഒരു പടയ്ക്ക്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദേവസ്വം ചെയർമാൻ VK ഗോപിയും കമ്മിറ്റി അംഗങ്ങളും മന്ത്രിയെ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴം കൊണ്ട് തുലാഭാരം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു, ജില്ലാ സെക്രട്ടറി NR റോഷൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ അടിപിടിയിൽ കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ചാലക്കുടി സ്വദേശി മരിച്ചു. ചാലക്കുടി കൂടപ്പുഴ MG നഗറിൽ കോട്ടപ്പടിക്കൽ മൊയ്തീൻ ബാബുവിന്റെ മകൻ 47 വയസ്സുള്ള ലിബു ആണ് മരിച്ചത്. 2 പേർ കുത്തേറ്റ് കോവൈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ജൂൺ 13-നായിരുന്നു സംഭവം. കോയമ്പത്തൂരിൽ ജോലി ചെയ്യുന്ന ലിബു സുഹൃത്തിന്റെ വീട്ടിൽ പോയതായിരുന്നു. ഒടുവിൽ സംഘർഷമുണ്ടാകുകയും പരസ്പരം കത്തിക്കുത്ത് നടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലിബു ശനിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ചാലക്കുടിയിലെ 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ് മരിച്ച ലിബു. അമല ആശുപത്രിക്ക് സമീപം മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. SBI ബാങ്കിന് മുൻവശത്തുണ്ടായിരുന്ന മരമാണ് റോഡിലേക്ക് കടപുഴകി വീണത്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു.
ദേശീയപാത കുതിരാൻ ഇരട്ട തുരങ്കത്തിലെ 1ാം തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗിന് ശേഷം തുറന്നുകൊടുത്തു. 5 മാസം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി തുരങ്കം തുറന്നത്. അറ്റകുറ്റപ്പണിക്ക് ശേഷം ദേശീയപാത അതോറിറ്റിയുടെയും അഗ്നിശമന സേനാ വിഭാഗത്തിന്റെയും പരിശോധന പൂർത്തിയായതിനെ തുടർന്നാണ് തുരങ്കം തുറന്നത്. പാലക്കാട് ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയാണ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുന്നത്. തുരങ്കത്തിനുള്ളിൽ 10 CCTV ക്യാമറകൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലെ ദൃശ്യങ്ങൾ പോലീസിനും തത്സമയം ലഭിക്കും. അരിമ്പൂർ കരുവാൻ വളവിൽ കിണറ്റിൽ ചാടിയ വയോധിക മരിച്ചു. കാട്ടൂർ വീട്ടിൽ 75 വയസ്സുള്ള സുലോചനയാണ് മരിച്ചത്. സുലോചന ആൾമറയില്ലാത്ത കിണറ്റിൽ ചാടുന്നത് സഹോദരൻ പുഷ്പാകരനാണ് കണ്ടത്. തടയാൻ ശ്രമിക്കുമ്പോഴേക്കും കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി കിണറ്റിലേക്ക് കയറിട്ട് കൊടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വീണ് ഇങ്ങോട്ട് പൊന്തി ഇങ്ങനെ കിടക്കേണ്ടത് നീന്തണം മാതിരി. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട്, മോളെ നീ കയറ് പിടിക്കടി പൈപ്പ് പിടിക്കുന്ന അറിയുമ്പോൾ ഒന്നും പിടിക്കുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ തന്നെ കണ്ടത്. പഴുവിൽ വെസ്റ്റ് സ്വദേശിയായ വയോധികൻ എലിപ്പനി ബാധിച്ച് മരിച്ചു. ചാഴൂർ പഞ്ചായത്ത് 15ാം വാർഡിൽ ഏങ്ങണ്ടി ശങ്കരൻ മകൻ 68 വയസ്സുള്ള ശിവരാമനാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിട്ടുമാറാത്ത പനിയെ തുടർന്നാണ് ചികിത്സ തേടിയത്. കുന്നംകുളം നഗരസഭയിൽ കോൺഗ്രസ് കൌൺസിലർമാർ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിച്ചു. നഗരസഭയിൽ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കൌൺസിൽ ഹാളിൽ ഇന്നലെ ഉച്ച മുതൽ കോൺഗ്രസ് കൌൺസിലർമാർ രാപ്പകൽ സമരം നടത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യവുമായി മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല സമര പന്തലിലെത്തിയിരുന്നു. ജനങ്ങളുടെ ക്ഷേമ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട നഗരസഭ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭൂമി പതിച്ചു കൊടുക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് കൌൺസിലർമാരുടെ സമരം കുന്നംകുളത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനക്ഷേമം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും വിഷയം ഗൌരവത്തിലെടുത്തുകൊണ്ട് വികാരപരമായ നടപടി അവസാനിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സമരത്തിന് നേതൃത്വം നൽകിയ ബിജു സി ബേബി, ഷാജി ആലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ എന്നിവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. KPCC ജനറൽ സെക്രട്ടറി അജയ് മോഹൻ, KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, K ജയശങ്കർ എന്നിവർ സംസാരിച്ചു. ജനക്ഷേമം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന എളവള്ളി പഞ്ചായത്തിലെ പച്ചത്തുരുത്ത് നാടിന് മാതൃകയായി. എളവള്ളി കണിയാന്തുരുത്തിൽ 4 വർഷം മുൻപ് നട്ട കുളവെട്ടികൾ വളർന്ന നാടിന് അഭിമാനിക്കാവുന്ന പച്ചത്തുരുത്തായി. ഗ്യാസ് ക്രിമിറ്റോറിയത്തിനോട് ചേർന്ന് 40 സെന്റ് സ്ഥലത്താണ് മനോഹരമായ പച്ചത്തുരുത്ത് ഒരുങ്ങിയിട്ടുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടി മരങ്ങളുടെ ഹരിതാപമായ പച്ചത്തുരുത്ത് ഒട്ടേറെ അപൂർവതകൾ നിറഞ്ഞതാണ്. കുളവെട്ടി മരങ്ങളുടെ ഏറ്റവും വലിയ സാന്നിധ്യം കലശമലയിലാണ് ഉള്ളത്. വരും തലമുറയ്ക്ക് കുളവെട്ടി മരങ്ങൾ കാണാനും പഠിക്കാനും കണിയാംതുരുത്തിലും ഇനി അവസരമൊരുങ്ങും. മരത്തിനടിയിൽ ഒരു കുളത്തോളം വെള്ളം സംഭരിച്ച് പ്രദേശത്തെ ജലസമൃദ്ധവും ജൈവ വൈവിധ്യവുമാക്കി മാറ്റാൻ കഴിയുന്നതാണ് കുളവെട്ടി മരങ്ങൾ. വാദസംബന്ധമായ അസുഖങ്ങൾക്കുള്ള ഔഷധം കൂടിയാണിത്. ഞാവൽ വർഗത്തിൽപ്പെട്ട കുളവെട്ടിയുടെ വെളുത്ത പൂക്കൾ വിരിഞ്ഞുണ്ടാകുന്ന പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. അന്തരീക്ഷ താപനിലയെ നിയന്ത്രിച്ച് പക്ഷിമൃഗാദികൾക്ക് അനുകൂല ആവാസ വ്യവസ്ഥയായി മാറാനും പച്ചത്തുരുത്തുകൾക്ക് കഴിയും. 4 വർഷങ്ങൾക്ക് മുൻപ് കിലയിൽ നടന്ന ശില്പശാലയിൽ എളവള്ളി പഞ്ചായത്ത് അവതരിപ്പിച്ച കുളവെട്ടി മരങ്ങളുടെ പ്രോജക്റ്റ് ശ്രദ്ധ നേടിയിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയും പദ്ധതിക്കുണ്ടായിരുന്നു. കുളവെട്ടി തൈകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കലായിരുന്നു നേരിട്ട വെല്ലുവിളി. അന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന MK ആൽഫ്രഡാണ് തൈകൾ വളർത്തിയെടുത്തത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. ക്രിമിറ്റോറിയം ജീവനക്കാർക്കായിരുന്നു പരിപാലന ചുമതല. TCV ന്യൂസ്, പാവറട്ടി. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായവർക്ക് തൃശൂരിൽ ആദരം നൽകി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ആദരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ A കവിത അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർമ്മൽ, KK പ്രസാദ്, സിജു കുമാർ എന്നിവർ സംസാരിച്ചു. പ്രവർത്തനങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളത്തിന്റെ ഏത് മേഖലകളിൽ എടുത്തു പരിശോധിച്ചാലും അവിടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം മാത്രമല്ല, വിവിധ മേഖലകളുടെ നടത്തിപ്പ് വരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവരാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അധ്യയന വർഷം 6ാം പ്രവൃത്തി ദിനമായി 25 ശനിയാഴ്ചകൾ ഉൾപ്പെടെ പ്രവൃത്തി ദിനമാക്കി ഇടത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അധ്യാപക സംഘടനയായ KPSTയും സംയുക്ത അധ്യാപക സമിതിയും സംസ്ഥാന വ്യാപകമായി കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി ധർണ നടത്തി. വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംഘടന
മുൻ സംസ്ഥാന പ്രസിഡന്റ് MF ജോയ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TU ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. റൈജു പോൾ, CR ജിജോ, PN ഗോപാലകൃഷ്ണൻ, ലാൽ ബാബു, ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. തിലകൻ പുളിങ്കുഴി രചിച്ച കവിതാ സമാഹാരമായ ചെക്ക് പോസ്റ്റിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ കവിയും എഴുത്തുകാരനുമായ VG തമ്പിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. കവി രഘുനന്ദൻ കൊളത്തൂർ അധ്യക്ഷത വഹിച്ചു. ജയരാജ് വാര്യർ, എഴുത്തുകാരായ ദിരാർ അഗസ്റ്റിൻ കുട്ടന്നലു, ഹരി ഏറ്റുമാനൂർ, ഷാമോൻ ഷാ, രാജു നാറാണത്ര തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലാമല വില്ലേജ് ഓഫീസ് കെട്ടിടം ശോചനീയാവസ്ഥയിൽ. ഏത് നിമിഷവും തകർന്നു വീഴാറായ കെട്ടിടത്തിലേക്ക് വിവിധ സേവനങ്ങൾക്കായി ആളുകൾ എത്തുന്നത് ഭയത്തോടെ. കെട്ടിടവും പരിസരവും ശോചനീയാവസ്ഥയിലായതാണ് കാരണം. കാലപ്പഴക്കം ചെന്ന തിരുവല്ലാമല വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അതീവ ശോചനീയാവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ പല ഭാഗങ്ങളിലും ചിതലരിച്ച നിലയിലാണ്. വിവിധ രേഖകളും ഫയലുകളും സൂക്ഷിക്കുന്ന റൂം സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലുമാണ്. തിരുവല്ലാമല വില്ലേജിൽ വരുന്ന ജനങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇരിക്കാനോ ബാത്റൂമിൽ പോകാനുള്ള അടിസ്ഥാന സൗകര്യമോ ഇല്ല. ജീവനക്കാർക്ക് വളരെയധികം പേടിച്ചിട്ടാണ് അവർ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത്. വില്ലേജ് ഓഫീസിനകത്തെ സീലിംഗ് പല ഭാഗത്തും അടർന്നു പോയിട്ടുണ്ട്. വില്ലേജ് ഓഫീസിന്റെ പുറംഭാഗത്ത് ഉപയോഗശൂന്യമായ സാധന സാമഗ്രികൾ കൂട്ടിയിട്ടിരിക്കുന്നത് മൂലം ഇഴജന്തുക്കൾ വന്നുകൂടാനുള്ള സാധ്യതയും ഏറെയാണ്. മഴക്കാലമായാൽ കെട്ടിടത്തിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും പതിവാണ്. വില്ലേജ് ഓഫീസിലെ സേവനങ്ങൾക്ക് മെല്ലെപ്പോക്ക് തുടരുന്നതിൽ നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. അവിടെയും ഇവിടെയും ചുമര് പൊളിഞ്ഞിട്ടും സീലിംഗൊക്കെ അടർന്നു വീണിട്ടും വെള്ളം പുറത്താണെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ടും മനുഷ്യന്മാർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. മനുഷ്യന്മാർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നുന്നു. ഇത് അന്തരീക്ഷം ഇവിടെ 4 പുറം നോക്കുമ്പോൾ അത്രയ്ക്ക് മോശമായിട്ടാണ് കാണുന്നത്. ഓഫീസിലെ വന്നതെന്ന് പോലും എനിക്ക് തോന്നിയില്ല. സമീപത്തെ കണിയാർക്കോട് പാമ്പാടി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് പുതുക്കി പണിത തരത്തിൽ തിരുവല്ലാമല വില്ലേജ് ഓഫീസും പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് ചേലക്കര. തേക്കിൻതടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൂർണ്ണകായ പ്രതിമ തീർത്ത് രവീന്ദ്രൻ. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ 6 അടി ഉയരവും 6 ഇഞ്ച് കനവുമുള്ള ശില്പം ഒരുക്കിയിട്ടുള്ളത്. 9 ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് രവീന്ദ്രനും സഹായി സിയാദും ചേർന്ന് ശില്പം നിർമ്മിച്ചത്. ശ്രീനാരായണപുരം ശംഖു ബസാറിലുള്ള രവീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള പണിശാലയിലാണ് ശില്പം പൂർത്തിയാക്കിയത്. 3 ലക്ഷത്തോളം രൂപ ശില്പത്തിന്റെ നിർമ്മാണത്തിന് ചിലവായതായി രവീന്ദ്രൻ പറഞ്ഞു. ഭാരതാംബ ഉൾപ്പെടെയുള്ള നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനായ രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ സഹോദരനാണ്. ഇത് ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. 6.5 അടി ഹൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. 6 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ ഒരു മാസം 2 ആഴ്ച വന്നതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മോദിജി ശില്പം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. കളർ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. ഈ ലൈനും ഷൂവിനൊക്കെ വേണ്ടി സ്റ്റൈനർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല. പോളിഷ് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപ് ഭാരതാംബയുടെ ഒരു ശില്പം ചെയ്തിട്ടുണ്ട്. തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PT മണികണ്ഠൻ, C സുരേഷ്, ഷൈനി ജേക്കബ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MO ഡേവിസ്, കൃഷി അസിസ്റ്റന്റ് MS സജിത തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 25, 26 തീയതികളിലാണ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഞാറ്റുവേല ചന്ത നടക്കുക. പുഴയ്ക്കൽ പാടത്തിന് സമീപം റോഡിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. അയ്യന്തോൾ റോഡിലാണ് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടത്. സർക്കാരിന്റെ 12 പരിപാടിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി നിർമ്മാണം ആരംഭിച്ച ടേക്ക് എ ബ്രേക്ക് സംരംഭം വൻ അഴിമതിയാണെന്ന് കോൺഗ്രസ്. 27 ഡിവിഷനിലെ കുറാഞ്ചേരിയിൽ സംസ്ഥാന പാതയ്ക്ക് സമീപം ആരംഭിച്ച പദ്ധതി 2 ഘട്ടമായി 51 ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടും ഇന്നും പാതി വഴിയിലാണ്. വഴിയാത്രക്കാർക്കും സ്ത്രീകൾക്കും ശുചിമുറികൾ ഉൾപ്പെടെ വിശ്രമിക്കുന്നതിനും ലഘുഭക്ഷണം കഴിക്കുന്നതിനും സംസ്ഥാന വ്യാപകമായി പ്രധാന പാതകൾക്ക് സമീപം ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരിക്കും അനുവദിച്ചു ലഭിച്ചത്.
2020 നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നാളിതുവരെയായിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഇരുമ്പ് സാമഗ്രികൾ തുരുമ്പെടുത്തു കഴിഞ്ഞു. കെട്ടിട നിർമ്മാണം ആരംഭിച്ച സ്ഥലം വിവാദ ഭൂമിയാണ്. റവന്യൂ ഭൂമിയാണോ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലാണോ എന്ന് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. കൂടാതെ പുറകുവശം റെയിൽവേ ട്രാക്കുമാണ്. കൈവശ ഭൂമി മുനിസിപ്പാലിറ്റി കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ഇതിനടുത്തുള്ള സ്വകാര്യ വ്യക്തി കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട്. തർക്കഭൂമിയിൽ സൈറ്റ് പെർമിഷൻ കൊടുത്തതിലും ദുരൂഹതയുണ്ട്. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതി വടക്കാഞ്ചേരിയിൽ മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞത്. തിടുക്കത്തിൽ വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ നഗരസഭാ കൌൺസിലിൽ ചർച്ചയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതെന്ന് നഗരസഭാ കൌൺസിലർ SAA ആസാദ് പറഞ്ഞു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന തേക്ക് മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയതായി കാണുന്നു. അത് 2018 പ്രളയത്തിനോടനുബന്ധിച്ച് ഇവിടെയുണ്ടായ മരങ്ങളൊക്കെ സംഭരിച്ച സ്ഥലമാണിത്. ആ മരങ്ങളെയും കാണാനില്ല. ചെറുതുരുത്തി പഞ്ചായത്തിലും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഈ ടേക്ക് ബ്രേക്ക് പദ്ധതികൾ വന്നു കഴിഞ്ഞു. ചെറിയ ചെറിയ പഞ്ചായത്തുകൾ പോലും ടേക്ക് ബ്രേക്ക് പരിപാടികൾ പൂർത്തിയായിട്ടും അവാർഡ് മേടിക്കുന്ന നഗരസഭ, മാലിന്യ കുമ്പാരത്തിന്റെ പേരിൽ കോടികൾ അഴിമതി നടത്തുന്ന നഗരസഭ ഈ കാര്യത്തിൽ വളരെ പിന്നാക്കം പോയതിന്റെ പുറകുവശത്തെ കഥകൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കെട്ടിട നിർമ്മാണം നടന്ന സ്ഥലത്തിന് പുറകുവശത്തു നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന തേക്കുമരങ്ങൾ മുറിച്ചു കടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. മുല്ലശ്ശേരിയിലെ കർഷക തൊഴിലാളി യൂണിയൻ നേതാവായിരുന്ന PK കുഞ്ഞച്ചൻ അനുസ്മരണം നടത്തി. KSKTU മണലൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം K. വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR ബാബുരാജ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PK അരവിന്ദൻ, TK ചന്ദ്രൻ, CG മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ബക്രീദിനെ വരവേൽക്കാനായി ഈദ് ഫസ്റ്റ് നടത്തി. PTA പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ജോഷി പോൾ അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് ജോസ് വാവേലി, അധ്യാപകരായ TK ഷാഹില, സെലീമ, ഷിഹാബ്, സോഫി, റാഫി എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 10 വായനശാലകൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, ചെയർമാൻ EH സഹീർ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ KN സതീഷ്, സൂപ്രണ്ട് ഡോക്ടർ MP സാനു, ജില്ലാ മാസ് മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ, റെജീന രാമകൃഷ്ണൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് Y അബ്ദുൾ ജമാൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അതിൽ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തകർ, ഇപ്പോൾ ഡോക്ടർ തുടങ്ങി താഴെയുള്ള സ്റ്റാഫ് എല്ലാവരും നല്ല രീതിയിലുള്ള ഇടപെടൽ അവരുടേതായ പങ്കുവഹിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു രോഗം പടർന്നു പിടിക്കാത്ത രീതിയിലേക്ക് നമുക്ക് പോകുന്നത്. അതാണ് ചില ഏതെങ്കിലും അസുഖങ്ങളൊക്കെ നമ്മൾ കേൾക്കാറ്, വയറിളക്കം വന്നു, പനി, ടൈഫോയിഡ് ഒക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ പരിധിയിൽ, ബ്ലോക്ക് പരിധിയിലുള്ള നമ്മുടെ ജനങ്ങളെ സഹായിക്കുന്ന രീതിയിൽ. പക്ഷെ ഇന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞാൽ തന്നെ നല്ല ചൂടാണ്. മഴ അവസാനിച്ചു കഴിഞ്ഞാൽ മണ്ണും വലിയും അന്തരീക്ഷത്തിൽ ചൂട് വന്ന് നമ്മൾക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലേക്ക്. വാണിജ്യം. എയർ ഹോസ്റ്റസ്, ഏവിയേഷൻ, എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിംഗ്, SAP, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളുടെ പഠനരംഗത്തെ തൃശൂരിലെ പ്രമുഖ സ്ഥാപനമായ എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിൽ 2023-24 അധ്യയന വർഷത്തെ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായി. തൃശൂർ സെന്റ് തോമസ് കോളേജിന് സമീപം ദേവമാത ടവറിൽ പ്രവർത്തിക്കുന്ന എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ചെയർമാനും വിമല കോളേജ് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഡോക്ടർ K. ബിനുവും മൈ റേഡിയോ 90 FM ക്രിയേറ്റീവ് ഹെഡ് RJ സുബുവും ചേർന്ന് നിർവഹിച്ചു. എക്സലൻസ് ട്രെയിനിംഗ് സെന്റർ CEO CS സന്ദീപ്, ഡയറക്ടർ VK ഇന്ദിര, ഫാക്കൽറ്റീസ്, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2015 മുതൽ പ്രവർത്തന രംഗത്തുള്ള എക്സലൻസ് ട്രെയിനിംഗ് സെന്റർ
വിദ്യാർത്ഥികൾക്ക് മികവാർന്ന പരിശീലനം നൽകുന്നതിലൂടെ ഉയർന്ന നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ മുൻപന്തിയിലാണ്. പൈത്തൺ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, സർട്ടിഫൈഡ് പ്രോഗ്രാം ഇൻ അക്കൗണ്ട്സ് മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ എന്റർപ്രണർഷിപ്പ് മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾക്ക് വിദഗ്ധരായ ഫാക്കൽറ്റികളുടെ നേതൃത്വത്തിലുള്ള പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്. ജൂൺ 16 ഫാദേഴ്സ് ഡേയോടനുബന്ധിച്ച് 15, 16, 17 തീയതികളിൽ അച്ഛനുമായി കോഴ്സിന് ചേരാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസിൽ 50% സ്പോട്ട് ക്യാഷ് ബാക്ക് ഓഫർ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 7510722222. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകളിലേക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3490 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പാലക്കാട് തിരുമിറ്റക്കോടും ഭൂചലനം. ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തി. കൂനമുച്ചിയിൽ വീടിന്റെ തറയ്ക്കും ഭിത്തിയിലും വിള്ളൽ രൂപപ്പെട്ടു. ഏയാലിൽ വീട്ടുകിണറ്റിൽ തിരയിളക്കം അനുഭവപ്പെട്ടു. തൃശൂർ ലൂർദ് കത്തീഡ്രലിലെ മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സുരേഷ് ഗോപി. വികസന പ്രവർത്തനങ്ങളിൽ പ്രാദേശികവാദം അനുവദിക്കില്ലെന്നും സുരേഷ് ഗോപി. RLV രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചത്. നടിക ഫർക്ക സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം 5 വർഷമായിട്ടും തുടങ്ങാനായില്ല. പുതുക്കിയ നിരക്കിൽ തുക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട കരാറുകാരൻ കോടതിയെ സമീപിച്ചതാണ് പണികൾ തടസ്സപ്പെടാൻ കാരണം. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കൊപ്പം സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കും. ജൂലൈ 1 മുതൽ ടോൾ പിരിക്കുമെന്ന് കമ്പനി അധികൃതർ. പെരിഞ്ഞനത്തെ ടോറസ് ലോറി ബൈക്കിലിടിച്ച് 48-കാരന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് സ്വദേശി പ്രിയനാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.